ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളിപ്പം കുറെ കാര്യങ്ങളെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മോട്ടിവേഷണൽ സ്പീച്ച് ആയിട്ട് പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നേരെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് കെയറിങ്. അതായത് ഒരു അമ്മയ്ക്ക് ഇപ്പോ ആദ്യത്തെ കുട്ടി ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യ കുട്ടി ഉണ്ടാകുമ്പോഴത്തേക്ക് ആ കുട്ടി ഒരു ഭയങ്കര സ്നേഹമായിരിക്കും, ഭയങ്കര സ്നേഹവും കെയറിങ് ഒക്കെ ആയിരിക്കും. അപ്പൊ രണ്ടാമത്തെ ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോഴത്തേക്കും ആദ്യത്തെ കുട്ടീനെ അവോയ്ഡ് ചെയ്യുക, അതിന് വേണ്ടത്ര കെയർ കൊടുക്കുന്നില്ല. അപ്പൊ അവര് ചിന്തിക്കുന്നത്, ഓ ഇത് വലിയ കുട്ടിയായി, കുറച്ച് എല്ലാം തനിയെ ചെയ്യാൻ പ്രാപ്തിയായി എന്നൊക്കെ. നിങ്ങൾ പലരും എവിടെയെങ്കിലും സീരീസിൽ അങ്ങനെയൊക്കെ ഉണ്ട്, ഇതിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ പല രീതിയിലും കണ്ടും കേട്ടും ഒക്കെയാണ്. അപ്പൊ എനിക്ക് ഇതൊരു ഷോർട്ടായിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പം ഇതെന്താന്ന് വെച്ചാൽ ഇപ്പൊ കുട്ടികൾക്ക് നമ്മൾ നല്ല രീതിയിൽ കെയറിങ് കൊടുക്കും. ഇപ്പൊ നമുക്ക് ആദ്യത്തെ കിഡായാലും രണ്ടാമത്തെ കിഡായാലും എത്ര തന്നെ കൊച്ചുങ്ങളായാലും ശരി, നമ്മൾ നല്ല രീതിയിൽ രണ്ടുപേരും ഈക്വൽ ആയിട്ട് കെയർ ചെയ്യാനായിട്ട് നോക്കുക. കെയറിങ് ഈസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അപ്പൊ ആദ്യത്തെ കുഞ്ഞ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന്റെ മനസ്സ് അതെന്തായാലും കൊച്ചുകുട്ടിയാണല്ലോ. അപ്പൊ അതിന്റെ മനസ്സിൽ ഇങ്ങനെ കടന്ന് എന്താ വേദന ഉണ്ടാവും. കാരണം എന്റെ അമ്മയ്ക്ക് ഇപ്പൊ എന്നെ വേണ്ട, അല്ലെങ്കിൽ അനിയത്തിയോ വാവയോ വന്നതിന് ശേഷം എനിക്ക് എന്നെ വേണ്ട, എന്നെ അവോയ്ഡ് ചെയ്യുക അവര്. അങ്ങനെ ഒരു ചിന്ത കുട്ടികളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ അവർക്കത് വലിയൊരു വിഷമമാവും. സോ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നമ്മൾ ഈക്വൽ ആയിട്ട് രണ്ട് കുട്ടികളെ നമ്മൾ ഈക്വൽ ആയിട്ട് ചേർത്ത് നിർത്തി സ്നേഹിക്കുക, കൂടുതൽ കെയറിങ് കൊടുക്കുക, രണ്ടുപേർക്കും ഈക്വലായി കാണുക. പിന്നെ കൊച്ചു കുട്ടിയാകുമ്പോൾ അതിനെ പറഞ്ഞ് മനസ്സിലാക്കണം നമ്മൾ. മനസ്സിൽ ഇത് വാവയാണോ, അപ്പം നിന്റെ അനിയത്തിയോ അനിയനോ ആണെങ്കിൽ അങ്ങനെ പറയാം. അങ്ങനെ ആണെങ്കിൽ ആ അനിയത്തിയോ അനിയനോ ആണെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി, ഇത് കുഞ്ഞല്ലേ അപ്പൊ ഇതിനെ കുറച്ചുകൂടി കെയർ ചെയ്യേണ്ടി വരും. മോള് ഇവിടെ അടുത്തിരുന്നിട്ട് മോളോ മോനോ ആണെങ്കിൽ നിങ്ങൾ അടുത്തിരുന്നിട്ട് കെയർ ചെയ്യുക, നോക്കുക നല്ലപോലെ എന്നുള്ള രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് എന്താ, അവർക്കത് കുറച്ച് കുറച്ചായിട്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അതായത് അവരെ അവോയ്ഡ് ചെയ്യുന്നത്, അവർ കളിച്ചുകൊണ്ടിരിക്കുന്ന കളിപ്പാട്ടം വാങ്ങി ആ കൊച്ചിന് കുഞ്ഞു മാവിക്ക് കൊടുക്കുക. അതൊക്കെ ചെയ്യുമ്പോൾ കുട്ടികളുടെ മനസ്സല്ലേ പെട്ടെന്ന് വേദനിക്കും. അപ്പൊ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. നമ്മളൊന്നും ചെയ്യാൻ എന്ത് കാര്യമെങ്കിലും അവോയ്ഡ് ചെയ്യുന്ന പോലെ തോന്നരുത്. പിള്ളേരുടെ മനസ്സല്ലേ, കുട്ടികളുടെ മനസ്സിൽ നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ പതിഞ്ഞ് മനസ്സിൽ തന്നെ ഇരിക്കും അത്. പിന്നെ അവർ വളരും തോറും അവരുടെ കൂടെ ആ ഒരു കാര്യം കൂടെ വളർന്നുകൊണ്ടിരിക്കും. വലുതായാലും അവർക്കത് തോന്നും, എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ വേണ്ട, വാവ വന്നതിന് ശേഷം എന്നെ അവോയ്ഡ് ചെയ്തിട്ടാ ഉള്ളത് എന്നുള്ള രീതിയിൽ ഉള്ളൊരു ചിന്ത വരും. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളിപ്പോ നല്ല രീതിയിൽ രണ്ടുപേരെ ഈക്വൽ ആയിട്ട് കെയർ ചെയ്യാനായിട്ട് നോക്കുക. അങ്ങനെ പല അമ്മമാരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പല അനുഭവങ്ങളുണ്ട്. അപ്പൊ എനിക്കിത് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ചെറിയൊരു ഷോർട്ടായിട്ട് ഇങ്ങനെ പറയാൻ തോന്നി. അപ്പൊ നിങ്ങൾ അത് ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, രണ്ടുപേരെ ഈക്വൽ ആയിട്ട് കെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും എൻ്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ട്. എല്ലാവർക്കും സി യു.